Dear students, today we discuss the topic density and energy fluctuations in the grand canonical ensemble. So already we know microcanonical ensemble we can treat it as an isolated system. That is, in that case energy is fixed, that is or energy can vary only infinitesimally e minus delta by 2 to e plus delta by 2. So the system can be treated as an isolated system. In canonical ensemble, energy can vary from 0 to infinity. So we can treat that system as a closed system because it does not allow any exchange of particle, because the walls are conducting, but it is not permeable, or it does not allow particle to enter into the system or away from the system. But in the grand canonical ensemble, energy and this number of particles can vary from 0 to infinity. So we can treat that system as an open system. So as far as thermodynamics is concerned, the results obtained from the three ensembles are turn out to be identical. ഇപ്പോൾ നമ്മൾ ചെയ്ത കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ മൂന്ന് എൻസമ്പിൾ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ 3 കേസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദ റീസൺ ഈസ് ദ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ വാല്യൂസ് ഓഫ് ദി quantities that vary from member to member in an ensemble are practically negligible. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്പർ വാരി ചെയ്യാൻ പറ്റുന്നു, അതുപോലെ എനർജി വാരി ചെയ്യാൻ പറ്റുന്നു ഒക്കെ പറയുമെങ്കിലും അതിലുള്ള റിലേറ്റീവ് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കേസിലും ഒരുപോലത്തെ റിസൾട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഓവറോൾ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റഡ് ബൈ ദ ഡിഫറെൻറ്റ് സറൗണ്ടിങ്സ് ദാറ്റ് ദ ഡിഫറെൻറ്റ് എൻസംബിൾ പ്രൊവൈഡ് ടു എ ഗിവൺ ഫിസിക്കൽ സിസ്റ്റം. അപ്പോൾ ഡിഫറെൻ്റ് എൻസംബിളിലാണ് ഒരു സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്സ് എങ്കിൽ പോലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിന് അത് ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ ഈ എൻസംബിളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഏത് സറൗണ്ടിങ്സാണ് അല്ലെങ്കിൽ അത് ഏത് എൻസംബിളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കേസ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ ഒരുപാടൊന്നും ഇഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കേസിലും സെയിം റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദ മീൻ ഓർ ആവറേജ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളിവിടെ നമുക്ക് രണ്ട് ഫ്ലക്ച്വേഷൻസാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് എനർജിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, അതുപോലെ അടുത്തത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അറിയാം, ഏതൊരു കേസിലും ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിളിൻ്റെ കേസിൽ ആവറേജ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ പി ഐ ആണ്. പി ഐ ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് ദ വാല്യൂസ് can take values xi, different xi's എടുക്കാൻ പറ്റുന്ന for the grand canonical ensemble. This PRS is equal to exponential minus beta es minus alpha nr divided by sum over rs exponential minus beta es minus alpha nr. ഇതാണ് നമുക്ക് പി ഐൻ്റെ എക്സ്പ്രഷൻ ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ n bar equal to sum over rs nr p rs, that is sum over rs nr into exponential minus beta es minus alpha nr divided by sum over rs exponential minus beta es minus alpha nr. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇത് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ കാണുകയാണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഈസ് ആൽഫ, ഡോ എൻ ബൈ ഡോ ആൽഫ. ആക്ച്വലി ഇറ്റ് ഈസ് ഡോ എൻ ബാർ ബൈ ഡോ ആൽഫ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എൻ ബാറിനെ ഇനി വരുന്ന കേസിലൊക്കെ നമ്മൾ ഈ എൻ ബാർ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒന്നുകിൽ അവിടെ ഒരു എന്നിന് ഒരു എൻ ബാർ ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ഡോ എൻ ബൈ ഡോ ആൽഫ ട്രീറ്റും ബീറ്റ ആൻഡ് ഇ എസ് ആസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് റൂളായിട്ട് യൂസ് ചെയ്യണം. അതായത് ഇതിൽ ഡിനോമിനേറ്ററിനെ നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് എടുക്കുന്നത്. അപ്പം ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് എഴുതാൻ പറ്റും സം ഓവർ എൻ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ. ന്യൂമറേറ്റർ അതുപോലെ എഴുതി. ദെൻ ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് 1/x² ആണ്. 1/xൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് 1/x², ദാറ്റ് ഈസ് മൈനസ് 1 സം ഓവർ ആർ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ ഹോൾ സ്ക്വയർ. ഇനി എക്സ്പോണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഇറ്റ്സെൽഫ്. So that is sum over exponential minus beta es minus alpha nr, then into inside bracket വരുന്ന ടേമിൽ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസ് എൻ ആർ വരും. ദെൻ പ്ലസ് ഇനി
ദെൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ചെയ്തു. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, അതായത് 1/(r(s) എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ ഡിനോമിനേറ്ററിൽ എഴുതി. ദെൻ ന്യൂമറേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സം ഓവർ എൻ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ. എക്സ്പോണൻഷ്യലിൻ്റെ ഡിഫറൻഷ്യൽ അത് തന്നെ. ദെൻ ബ്രാക്കറ്റിൽ വരുന്ന ക്വാണ്ടിറ്റി ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വരുന്നതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് എൻ ആർ ആണ്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ടേം നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മിൻ്റെ അകത്ത് ഫസ്റ്റ് സമ്മ് എൻ ആർ എക്സ്പോണൻഷ്യലുണ്ട്, സെക്കൻഡ് സമ്മും അതുപോലെ തന്നെ എൻ ആർ എക്സ്പോണൻഷ്യലാണ്. രണ്ട് മൈനസും കൂടെ പ്ലസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ദെൻ ഡിവൈഡഡ് ബൈ സം ഓവർ ആർ എസ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടേം നമ്മൾ എഴുതിയിട്ടുള്ള എൻ ബാർ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ആ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് ടേം ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദി എൻ ബാർ ഹോൾ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിൽ ഒരു മൈനസ് വരുന്നുണ്ട്, മൈനസ് എൻ ആർ, അത് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഇവിടെ രണ്ട് എൻ ആർ വരുന്നുണ്ട്. അപ്പോൾ സം ഓവർ എൻ ആർ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ ഡിവൈഡഡ് ബൈ സം ഓവർ ആർ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എസ് മൈനസ് ആൽഫ എൻ ആർ ആണ്. അപ്പോൾ അതിനെ നമുക്ക് സം ഓവർ എൻ ആർ സ്ക്വയർ വരുന്നതുകൊണ്ട് എൻ ആർ സ്ക്വയറിൻ്റെ എൻ സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഡോ എൻ ബൈ ഡോ ആൽഫ എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എൻ ബാർ ദി ഹോൾ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ബാർ എന്ന്. അപ്പോൾ ഇതിന് സെക്കൻഡ് ഇക്വേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെൽറ്റ എൻ എന്താണെന്ന് നോക്കുകയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻ എൻ മൈനസ് എൻ ബാർ, ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഓഫ് എൻ ഫ്രം ദ ആവറേജ് വാല്യൂ. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എന്നിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ വി ഗെറ്റ് എൻ മൈനസ് എൻ ബാർ ഹോൾ സ്ക്വയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ സ്ക്വയർ മൈനസ് 2n എൻ ബാർ പ്ലസ് എൻ ബാർ സ്ക്വയർ കിട്ടും. ദെൻ നമ്മൾ ഡെൽറ്റ എൻ സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് എൻ സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് സെക്കൻഡ് 2n ബാർ രണ്ട് പ്രാവശ്യം ആവറേജ് എടുത്താലും സെയിം വാല്യൂ തന്നെ വരുന്നുണ്ടാവുക. 2n ബാർ പ്ലസ് എൻ ബാർ ഓൾറെഡി ആവറേജ് എടുത്തതാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എൻ ബാർ സ്ക്വയർ തന്നെയാണ്. സോ ഇവിടെ മൈനസ് 2n ബാർ എന്ന് പറയുമ്പോൾ മൈനസ് 2n ബാർ സ്ക്വയർ ആണ്, പ്ലസ് എൻ ബാർ സ്ക്വയറും കൂടെ വരുമ്പോൾ മൈനസ് എൻ ബാർ സ്ക്വയർ വരും. സോ വി ഗെറ്റ് ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബാർ മൈനസ് എൻ ബാർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഇക്വേഷനാണുള്ളത്. എൻ സ്ക്വയർ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവറേജിൻ്റെ ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നോക്കി നോക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഒരു എൻ ബാർ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ബാർ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് എൻ സ്ക്വയർ ബാർ മൈനസ് എൻ ബാർ സ്ക്വയർ ആണ്. അതിൻ്റെ ജസ്റ്റ് പ്ലസ് മൈനസോ അല്ലെങ്കിൽ വൺ ഇസ് ദ മൈനസ് ഓഫ് ദി അതർ വൺ എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് രണ്ടും കൂടെ കമ്പയർ ഇക്വേഷൻ 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എൻ ബാർ സ്ക്വയർ ആവറേജ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എൻ ബൈ ഡോ ആൽഫ അണ്ടർ കോൺസ്റ്റൻറ്റ് ടി എൻ ബി എന്ന് പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ ബീറ്റ ആൻഡ് ഇ എസ് ആണ് എടുത്തത്. ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടി എന്ന് പറയാൻ പറ്റും. എനർജിയുടെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഇ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് തെർമോഡൈനാമിക്സിൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ വോള്യൂം ആണ് വരുന്നത്. സോ മൈനസ് ഡോ എൻ ബൈ ഡോ ആൽഫ അണ്ടർ കോൺസ്റ്റൻറ്റ് ടി വി എന്ന് പറയാൻ പറ്റും. ഇനി ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് മ്യൂ ബൈ കെ ടി ആണ്. തർഫോം മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ആൽഫ കെ ടി ആണ്. അപ്പം നമുക്കിവിടെ ഉള്ളത് ഡോ ബൈ ഡോ ആൽഫയാണ് ഇക്വേഷൻ 4ലുള്ളത്. അത് നമ്മൾ ഡോ ബൈ ഡോ മ്യൂൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡോ ബൈ ഡോ മ്യൂ ഇൻറ്റു ഡോ മീ ബൈ ഡോ ആൽഫ. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ബൈ ഡോ മ്യൂ ഇൻറ്റു ഡോ മീ ബൈ ഡോ ആൽഫ എന്ന് പറയുമ്പോൾ മ്യൂവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് മൈനസ് കെ ടി. അപ്പോൾ ഡോ ബൈ ഡോ ആൽഫ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് കെ ടി ഡോ ബൈ ഡോ മ്യൂ എന്ന് എഴുതാൻ പറ്റും. സോ ഇക്വേഷൻ 4 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എൻ ബൈ ഡോ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് പ്ലസ് ആയിട്ടുണ്ട് കെ ടി ഡോ എൻ ബാർ ബൈ ഡോ മ്യൂ എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം അണ്ടർ കോൺസ്റ്റൻറ്റ് ടി എൻ വി. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ 5 ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി. റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഇൻ ദ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻ സ്മോൾ എൻ ആണ്. ഇറ്റ് ഈസ് എൻ ബൈ വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിൽ വേരിയേഷൻ കാണുകയാണ്. അപ്പോൾ പാർട്ടിക്കിൾ ഡെൻസിറ്റി നമുക്കറിയാം എൻ ബൈ വി ആണ്. അതിൻ്റെ റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ എൻ ബാർ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ നമുക്കറിയാം വിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക്
that will be equal to delta n bar square divided by n bar square ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ടി ഡോമിയോ ഡോ എൻ ബാർ ബൈ ഡോമിയോ ആണ് ഡിവൈഡഡ് ബൈ എൻ ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ദ വോള്യൂം പെർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി, ദ സ്മോൾ വി ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ എൻ ബാർ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവറേജ് നമ്പർ എൻ ബാർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ സ്മോൾ വി ആണ്. സ്മോൾ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോള്യൂം പെർ പാർട്ടിക്കിൾ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇക്വേഷൻ 6ൽ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ബൈ എൻ ബാർ സ്ക്വയർ, അതായത് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ആണ്, റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടി നമുക്കവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ നമുക്ക് വരുന്നത് കെ ടി ഡിവൈഡഡ് ബൈ എൻ ബാർ സ്ക്വയർ ആണ്. എൻ ബാർ സ്ക്വയറിന് പകരം നമുക്ക് അതിൻ്റെ 1 ബൈ എൻ ബാർ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി സ്ക്വയർ വരും. ദെൻ ഡോമിയോ ബൈ ഡോ ആൽഫ, എൻ ബാറിന് അഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, വി ഡിവൈഡഡ് ബൈ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡോമിയോ ഓഫ് 1 ബൈ വി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -1 ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ വി ബൈ ഡോമിയോ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വി സ്ക്വയറും ഇവിടുത്തെ ഡോം ബൈ ഡോമി ചെയ്യുന്നത് വി സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യും. ദെൻ ബാക്കി വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി സ്ക്വയറും മുകളിൽ വരുന്ന വിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും, ഒരു വി റിമൈൻഡർ ആയിട്ട് വരും, ഒരു മൈനസ് സൈൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി ബൈ വി ഡോ വി ബൈ ഡോമ്യൂ. അടുത്ത വി എന്ന് പറഞ്ഞാൽ വോള്യൂം പെർ പാർട്ടിക്കിളാണ്, മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെമിക്കൽ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഫ്രം തെർമോഡൈനാമിക്സ് വി ഹാവ് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എഫ് ഈക്വൽ ടു ജി മൈനസ് പി വൈ ആണ്. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ എൻ ആണ്. സോ എഫിന് നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ മ്യൂ എൻ മൈനസ് പി വി ആണ്. ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മ്യൂ ഡി എൻ പ്ലസ് എൻ ഡി മ്യൂ മൈനസ് പി ഡി വി മൈനസ് വി ഡി പി ആയിരിക്കും. ഡിഫറൻഷ്യൽ രണ്ട് ടേംസും വേരിയബിളാണ്, ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൾസോ എഫ് ഇസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് ആണ്. അപ്പോൾ ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് പറയാൻ പറ്റും. ആൾസോ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ലോ എന്ന് ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ ആണ്. ദർഫോർ ഡി എഫിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടി ഡി എസ് രണ്ടിടത്തും വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു, മൈനസ് ടി വി പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ മൈനസ് എസ് ഡി ടി എന്നുള്ള ടേം വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ 8ഉം 9ഉം കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതിൽ വരുന്ന കോമൺ ടേം മ്യൂ ഡി എൻ കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ മൈനസ് പി ഡി വി കോമൺ ആണ്. ബാക്കി വരുന്ന ടേം എൻ മൈനസ് എസ് ഡി ടി വിൽ ബി ഈക്വൽ ടു എൻ ഡി മ്യൂ മൈനസ് വി ഡി പി എന്ന് കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എസ് ബൈ എൻ ഡി ടി ഈസ് ഈക്വൽ ടു ഡി മ്യൂ മൈനസ് വി ബൈ എൻ ഡി പി എന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓർ നമുക്ക് ഡി മ്യൂവിന് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി ബൈ എൻ ഡി പി മൈനസ് എസ് ബൈ എൻ ഡി ടി. അതിൽ വി ബൈ എൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ വോള്യൂം പെർ പാർട്ടിക്കിളാണ്, അപ്പോൾ അതിന് സ്മോൾ വി എന്ന് കൊടുത്തു, വി ഡി പി മൈനസ് എസ് ബൈ എന്നിന് നമുക്ക് സ്മോൾ എസ് എസ് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് ഡി മ്യൂ എന്നുള്ളതിന് വി ഡി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എൻ സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ എൻ ബാർ ഹോൾ സ്ക്വയർ ബിക്കംസ് മൈനസ് കെ ടി ബൈ വി ക്യാപിറ്റൽ വി ഇൻറ്റു ഡി വി ബൈ ഡി മ്യൂ എന്നുള്ളതിൽ നമുക്ക് ഡി മ്യൂവിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി മ്യൂ ഈസ് ഈക്വൽ ടു വി ഡി പി ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ വി ഡിവൈഡഡ് ബൈ വി ഡി പി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ വി ഇൻറ്റു ഡോ വി ബൈ ഡോ പി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മൈനസ് കെ ടി ബൈ വി ഇൻറ്റു 1 ബൈ വി ഡോ വി ബൈ ഡോ പി. ഈ 1 ബൈ വി മൈനസ് 1 ബൈ വി ഡോ വി ബൈ ഡോ പി എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഖൈറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഐസോതെർമൽ കംപ്രസിബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ നമ്മളുടെ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ, റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷന് നമുക്ക് അറിയുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് അതിൻ്റെ നേച്ചർ, വേരിയേഷൻ, ഒരു ക്വാണ്ടിറ്റിയുടെ വേരിയേഷൻ എളുപ്പത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. ദാറ്റ് ഈസ് വി ഹാവ് ഒബ്റ്റെയിൻ ദ ഫൈനൽ എക്സ്പ്രഷൻ ആസ് കെ ടി ബൈ വി ഖൈ ടി, വെർ ഖൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ വി ഡോ വി ബൈ ഡോ പി. സോ ഇവൻ ഇൻ ദിസ് ഖൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ ആൻഡ് വി ഈസ് എൻ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. സോ നമുക്ക് ഈ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വിയുടെ
ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n റൈസ് ടു -12 എന്ന് പറയാൻ പറ്റും. ഓർ റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് n റൈസ് ടു -12. അപ്പം എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറിൻ്റെ ഓർഡറിലാണ്. സോ n റൈസ് ടു -12 എന്ന് പറയുമ്പോൾ 1 അവഗാഡ്രോ നമ്പറിൻ്റെ റൂട്ട്. 10⁻23 എന്ന് പറയുമ്പം അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഏകദേശം 10⁻12ൻ്റെ ഓർഡറിൽ വരുമ്പോൾ 1/10⁻12 എന്ന് പറയുമ്പോൾ 10⁻−12. സോ ദ റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഈസ് വെരി വെരി ലോ ഇൻ ദ കേസ് ഓഫ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. സോ നമ്മൾ ഓൾറെഡി വി ഹാവ് പെർമിറ്റഡ് ദ വേരിയേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ബട്ട് ദ വേരിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആർ very negligible. So we get the same result of thermodynamics in the grand canonical ensemble and all other types of ensemble. ഇനി ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ നമുക്ക് എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ ഫേസ് ട്രാൻസിഷൻ്റെ കേസാണ്. ഇപ്പോൾ നമുക്കറിയാം PV ഡയഗ്രാം ഫേസ് ട്രാൻസിഷനിൽ ഐസോതേംസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് എത്തുമ്പോൾ ഈ ഐസോതേം ഒരു ഫ്ലാറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതിൻ്റെ ആ ഒരു പോർഷന് താഴത്തെ പോർഷനിൽ ആ ഒരു ഫ്ലാറ്റ് പോർഷൻ കുറഞ്ഞു വന്ന് ക്രിട്ടിക്കൽ പോയിൻ്റ് എത്തുമ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ ഒരു സൈഡിൽ അത് ലിക്വിഡ് ഫേസും അടുത്ത സൈഡിൽ അത് ഗ്യാസിയസ് ഫേസ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിൻറ്റിലാണെങ്കിൽ ∂V/∂P എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം. ∂V/PV ഡയഗ്രാം ∂V/∂P അവിടെ നമുക്ക് ഇൻഫിനിറ്റിയാണ് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ∂P/∂V എന്ന് പറയുന്നത് ഫ്ലാറ്റൻ ആയതുകൊണ്ട് തന്നെ അത് 0 ആയിരിക്കും. അതുകൊണ്ട് ∂V/∂P എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് n എന്ന് പറയാൻ പറ്റും. Xi എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും അത് നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു ഇൻറ്റൻസിറ്റി ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കേസിൽ അതൊരു ഇൻറ്റൻസിറ്റി ക്വാണ്ടിറ്റി ആയിരിക്കില്ല. അതുകൊണ്ട് RMS വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സം n⁻0.82ൻ്റെ ഒക്കെ ഓർഡറിൽ വരുന്നുണ്ട്. അതായത് ഒരു വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും. സോ ഇൻ ദ റീജിയൻ ഓഫ് ഫേസ് ട്രാൻസിഷൻ ഈക്വലി especially at the critical points we should expect to encounter unusually large fluctuations in the particle density of the system. അപ്പം ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന കേസിൽ അൺയൂഷ്വൽ ചേഞ്ച് ഇൻ ദ പാർട്ടിക്കിൾ ഡെൻസിറ്റി നടക്കും, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് നടക്കും. അതുകൊണ്ട് ആ ഒരു ഫിനോമിനനെ നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ ഒപ്പാലസൻസ് എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ വേർ ഫോർമേഷൻ ഓഫ് GCE ലീഡ്സ് ടു റിസൾട്ട്സ് which are not necessarily identical with the one following from canonical ensemble. അപ്പോൾ ആ കേസിൽ നമുക്ക് റിസൾട്ട്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ഷുഡ് യൂസ് ഫോർമലിസം ഓഫ് GCE ടു ഗോട്ട് കറക്റ്റ് റിസൾട്ട്സ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എക്സാക്റ്റ് GCE തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ടു ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്, ബിക്കോസ് ഇൻ ദിസ് കേസ് ദ ഫ്ലക്ച്വേഷൻസ് ആർ വെരി ഹൈ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എസ്പെഷ്യലി നമുക്ക് GCE മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കേസിൽ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻസ് വരുന്ന ഫ്ലക്ച്വേഷൻസിൻ്റെ വാല്യൂ വളരെ കുറവായിട്ട് വരുന്ന കേസിലൊക്കെ നമുക്ക് ഏത് എൻസെമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും സിസ്റ്റം വിൽ ഗീവ് ദ സെയിം തെർമോഡൈനാമിക് റിസൾട്ട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എനർജി ഫ്ലക്ച്വേഷൻസ് ഇൻ number of particles. Then in the next video we can consider the fluctuations in energy of the system. There also we can see that the energy change is similar to that of the canonical ensemble plus some a very small quantity. So we will get the same result of that of the all other ensemble in as that in the grand canonical ensemble.